ഹലോ സാസിമാളിയാണ് എൻ്റെ കൂടെ നമ്മളെ സിറ്റേഴ്സിൻ്റെ എല്ലാമായ നമ്മളെ പ്രിയ സഹോദരി തന്നെയുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫ്രാൻസിൽ നിന്നും നേരെ ബെൽജിയത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ബെൽജിയത്തിൽ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഈ സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ഗ്രാൻഡ് പ്ലാസ് അതല്ല, ഈ നമ്മൾ ക്യാപിറ്റൽ ഏതാണ്? ഇത് ബ്രസൽസിലെ ഗ്രാൻഡ് പ്ലാസ്. യെസ്. സുഹൃത്തുക്കളെ, ബെൽജിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എവിടെ എന്ന് ചോദിച്ചാൽ ഈ ഒരു പാലസാണ്. ഇവിടെയാണ് ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ നിൽക്കുന്നതും ഇപ്പോഴും ഇവിടെ ഒരുപാട് രാജാക്കന്മാർ വരാറുണ്ട്. ഇവിടുത്തെ റാണികൾ ഒക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം. ഇവിടെ രാജകീയ ഭരണമാണ്, അതാണ് പ്രത്യേകം പറയേണ്ട കാര്യം കേട്ടോ. രാജകീയ ഭരണമാണ് ബെൽജിയത്തിൽ കാണാനുണ്ട്. ഒന്ന് വന്നപ്പോൾ ഒരു സന്തോഷമുണ്ടായി. കാരണം പറഞ്ഞാൽ ഇവിടെ മറ്റു രാജ്യത്തിലെ രാജ്ഞിയും അതുപോലെ അവിടുത്തെ കിങ്ങും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കര സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് അവരൊക്കെ കാണാനും അവരെ സെക്യൂരിറ്റി വണ്ടികളൊക്കെ കാണേണ്ടത് തന്നെയാണ്. ഞാൻ അതൊക്കെ കഴിയുന്ന രീതിയിലൊക്കെ ആ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കിയൊക്കെ കണ്ടില്ലേ, രാജ്ഞി വരുന്ന ആ ഒരു സീനൊക്കെ കണ്ടില്ലേ. ഇത് കൊട്ടാരത്തിലേക്ക് ഇറങ്ങുന്നതാണ് ഇവർ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയൊരു നല്ലൊരു അവസരമായിരുന്നു. ഇന്ന് പോയത് കൊണ്ട് നമുക്ക് ബെൽജിയത്തിൽ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രാജ്യം ഉണ്ടല്ലോ, അവരിവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ, ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള മറ്റൊരു രാജ്യത്ത്, ഏത് രാജ്യം എന്ന് എനിക്ക് മനസ്സിലായി, മറ്റൊരു രാജ്യത്തു നിന്നുള്ള ഒരു രാജ്ഞി ഇന്ന് ഈ ഒരു കൊട്ടാരം സന്ദർശിക്കാൻ വരുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അതാണ് പ്രധാനമായിട്ട് പറയേണ്ട കാര്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ്. പ്രത്യേകിച്ച് ബെൽജിയത്തിൽ രാജ്ഞിയെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു രാജ്ഞി കൂടി, അവർ സുഹൃത്ത് എന്ന് പറയാൻ എനിക്ക് സാധിച്ചത്. അവർ മീറ്റ് ഇന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്ഞി ഇറങ്ങി പോകുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ ബെൽജിയത്തിൻ്റെ രാജ്ഞി അവർ സ്വീകരിക്കുന്നു. അങ്ങനെ അവർ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ബെൽജിയത്തിലുള്ള ആൾക്ക് പോലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ കാണാൻ ഒരു ഭാഗ്യമുണ്ടായി. അത് ഭാഗ്യം സൃഷ്ടിച്ചത് ഞാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. ബെൽജിയത്തിലെ രാജ്ഞിയും അതുപോലെ ബെൽജിയത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു രാജ്യം, അത് ഏത് രാജ്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇവരെ ലാംഗ്വേജ് നമുക്കറിയാത്തത് കൊണ്ട് എനിക്ക് ചോദിക്കാനും പറ്റിയില്ല. അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ രാജ്ഞി വന്നതും അവരെ സ്വീകരിക്കുന്നതൊക്കെയാണ് നമുക്കിവിടെ കാണുന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നല്ലൊരു സമയത്താണ് നമ്മൾ ഈ ബെൽജിയത്തിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റിയത്. അത് വളരെ സന്തോഷിക്കുകയാണ് കേട്ടോ. കൊട്ടാരം കാണേണ്ട ഒരു സീൻ തന്നെയാണ്. ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കൊട്ടാരം അവർ ഇതുവരെ 1868 ഈ ഒരു കൊട്ടാരം ഇവിടെ വന്നത്. എങ്കിലും അതേ രീതിയിലാണ് കൊട്ടാരം എന്ന് പറയും പാലസ്. ഈ ഒരു പാലസ് അതേ പണി, ആ ഒരു പണി എങ്ങനെയാണോ 1868 ഉണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെ അതേ ഡിസൈനിൽ ഒരു മാറ്റം പോലും വരുത്താണ്ട് ഇത്ര വർഷം നിലനിർത്തുക എന്ന് പറയുന്നത് അത് അത്യധികം അത്ഭുതം തന്നെയാണ്, സംശയം വേണ്ട. നിങ്ങൾ യൂറോപ്പിൽ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു രാജ്യം സന്ദർശിക്കണം, ഇവിടെയും സന്ദർശിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് ഈ ഒരു സ്ഥലമുള്ളത്, സംശയം വേണ്ട. എന്തുകൊണ്ട് നമുക്ക് പറയാം, നിങ്ങൾ കണ്ടില്ല പോലീസുകാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കാരണം രാജ്ഞി അകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മീറ്റപ്പ് ഒക്കെ ഉണ്ടാവും അല്ലേ. എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല, കാരണം ഇവരുള്ളത് കൊണ്ട് വേറെ ആൾക്കാരെ കയറ്റുന്നില്ല, ഗസ്റ്റൊന്നും കയറ്റുന്നത്, അതായത് ടൂറിസ്റ്റൊന്നും കയറ്റുന്നില്ല. കാരണം അവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗ്യക്കുറവുണ്ടെങ്കിലും എനിക്ക് ഭാഗ്യം എന്ന് പറയുന്നത് ഒരു രാജ്ഞിയെയും അതുപോലെ അയലത്തെ രാജ്യത്തിൻ്റെ രാജ്ഞിയെ കാണാൻ പറ്റിയില്ല. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ, നല്ല സംശയമില്ല കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമാണ്. എങ്കിൽ ചെറിയൊരു ദുഃഖം കൂടിയുണ്ട്. എന്താ, നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം. നിങ്ങൾക്ക് ഇതെന്ത് സംഭവം മനസ്സിലായ? ഇതാണ് മാനിക്കൻ പീസ്. എന്താണ് മാനിക്കൻ പീസ്? പീസ് എന്ന് പറഞ്ഞാൽ മുദ്രയ്ക്കൽ എന്ന് മനസ്സിലായി. ഇതെന്ന് പറഞ്ഞെങ്കിൽ ഒരു കുട്ടിയെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടാണ് കുറേ ടോയ്സിലൊക്കെ ഒരുപാട്, ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങുന്ന ടോയ്സിലേക്ക് ഇങ്ങനെ ഒരു മൂത്രമൊഴിക്കുന്ന ഒരു കുട്ടി, അതൊരു താഴെ ഒരു ബക്കറ്റിൽ ഇങ്ങനെ വീണ്ടും അതിങ്ങനെ റൊട്ടേഷൻ ആക്കിയിട്ട് വരുന്ന കുറേ ടോയ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് മനസ്സിലാക്കി അത് നിങ്ങൾ കൂടി പകർന്നു തരുന്നത് എൻ്റെ കടമയാണല്ലോ. അപ്പോൾ ഇതെന്തെന്ന് പറഞ്ഞാൽ
ഇതൊരു മാലാഖ കുട്ടിയാണ്. ഓക്കെ, ഇവരൊരു ഐതിഹ്യമാണ്, ഇവരൊരു വിശ്വാസമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ മൂത്രയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഇങ്ങനെയുള്ളൊരു സ്റ്റാച്ചു ആണ്. ഈ സ്റ്റാച്ചു ഇത്ര രണ്ടോ പ്രാവശ്യം ഇവിടുന്ന് കട്ടുകൊണ്ടുപോയി എന്നാണ് പറയുന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു തീപിടുത്തമുണ്ടായി. ഓക്കെ, ആ തീപിടുത്തമുള്ള സമയത്ത് ഈ കുട്ടി ഇങ്ങനെ മൂത്രയിച്ചല്ലോ. അങ്ങനെ മൂത്രയിച്ചിട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ തീപിടുത്തം എന്തായി, ഇല്ലാണ്ടായി. അങ്ങനെ ഇതിനെ ഇപ്പോഴും ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് സ്റ്റാച്ചു ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇന്നത് വലിയ ടൂറിസ്റ്റ് പ്ലേസായി. ഇതിൻ്റെ പല ലോകത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് ഈ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെയാണ് ഈ ഒരു സിറ്റി കേട്ടോ. അടിപൊളി സിറ്റിയാണ്. ഞാൻ എൻ്റെ ബസ്സിൽ കയറിയിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. അടിപൊളി. നിങ്ങൾ ദൂരത്തൊരു സാധനം കാണുന്നുണ്ടോ? ഇതാണ് ബെൽജിയത്തിലെ അറ്റോമിയം എന്ന് പറയുന്ന ഒരു സംഭവം. കണ്ടില്ലേ? ഇതിങ്ങനെ കാണണ്ട, അടുത്ത് പോയിട്ട് കാണാനുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് അങ്ങ് മുകളിലേക്കെല്ലാം കയറാനും പറ്റും കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി നോക്കാം. അവിടുന്ന് ഞാൻ സോറി, ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇത് കണ്ടില്ല, കണ്ടെയ്നർ ഇത് ഇവിടുന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾ ഇന്ന് രാത്രി തന്നെ നെതർലാൻഡിലേക്ക് തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നാളെ നെതർലാൻഡിലെ വീഡിയോ ആയിരിക്കും ഞാൻ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. എന്തായാലും വീഡിയോക്ക് ലൈക്ക് ഇടാൻ മറക്കണ്ട. ഓക്കെ, ബൈ.